അപ്പൊ നമ്മളെന്ത് ചെയ്യാണ്, നമ്മളെ നോമ്പ് ഏകദേശം തീർന്നു തുടങ്ങി. പെരുന്നാളാണ് നാളെ. അപ്പോ നമ്മളെന്ത് ചെയ്യാണ്, പടക്കം കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. ഇത് സാധനം എന്താ വീട്ടിലെ സാധനം നമ്മുടെ ഇതിലുണ്ട്. ഞങ്ങൾ പറഞ്ഞു കൊടുക്കേ, എന്താണ് സാധനം? പള്ളിപ്പിടി എന്ന് കത്തും, അല്ലെങ്കിൽ ഞങ്ങൾ കത്തിക്കാൻ പോവാണ്. പോയൊക്കെയാലോ? ഗൈസ്, അപ്പൊ നമ്മളെവിടെ തീരെ നമ്മളെ അങ്ങാടിയിലെത്തിയില്ലേ? അപ്പേ തള്ളിതല്ലടാ സ്ഥാനത്തെ ചങ്ങായി ഒരു സ്ഥലത്തേക്ക് ഞാൻ ഇപ്പൊ ഈ ഒരു ഷർട്ട് ഇട്ട് വന്നപ്പോ ഇതാ ഇവിടെ ഇട്ട് വന്നിടോ ഒരു സുറും വിളിയാതെ ഇവിടെ ഭാഷ ചെയ്യുമ്പോ ഇതെന്തിങ്ങനെ എന്തിനാ ഞാൻ ഇടണമെന്നൊക്കെ ഇത് ഇങ്ങനെ എന്നെ പറഞ്ഞാലേ ഈ ചങ്ങായി എല്ലായിടത്തും ഞാൻ ഇപ്പൊ എന്നിട്ടാലും ഇപ്പൊ ഇതിട്ട് വരുടാ. അല്ല ഇവര് എന്നും ഞാൻ ഇതിട്ട് വരുമ്പോ ആ ഇട്ട് അവന്ന് വിളിച്ചു ചോദിച്ചേ ഷെയ്മച്ചി ഇന്ന് ഏതാ ഇടണെന്നൊക്കെ ചോദിക്കണ്ടേ? ആ ഒരു കഥ ഒന്നും പറയല. നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാ. ഫുഡൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്ന് പെരുന്നാൾ ദിവസമായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ആക്കുകയാണ്. കുട്ടിപ്പാ എന്താണ് പറയുക, എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്? അടിപൊളി കുട്ടൻ ബിരിയാണി, രക്ഷയില്ല. കോഴിക്കോട് സ്റ്റൈല് ട്ടാ, കോഴിക്കോടൻ സ്റ്റൈല് കുട്ടൻ ബിരിയാണി കുട്ടൻ ബിരിയാണി സ്പെഷ്യല്. അതെ, അടാറ് സാധനം ഇവിടെ കിടില. മുത്തോ മുത്തു പറയൂ, മുത്തു നോക്കത് ഒന്ന് ഇളക്കി കൊടുത്താണ്. ലൈറ്റ് ഓഫ് ആക്കല്ല. മണം, ആ മണം കണ്ട് വരുമ്പോ തന്നെ തൊള്ളിയിലിങ്ങനെ വെള്ളം ഊർന്ന്. പള്ളിപ്പിടിന്ന് പുറത്തുനിന്ന് ഒരാളും ആവശ്യമില്ല അല്ലെ. എന്തുണ്ടാക്കാണെങ്കിലും ഇവിടെ സാധനം നമ്മളിവിടെ റെഡിയാ. ഇവിടെ ഷെഫ് ഉണ്ട് അല്ലേ, എല്ലാത്തിനും ഇവിടെ ആൾക്കാരുണ്ട്. അടിപൊളി അടിപൊളി. ബിരിയാണിയും കൂടി ആയാലും അതാണ് ഉഷാറാവും. ബിരിയാണിയും കൂടി ആയാലും ഇവിടെ പിള്ളേര് പിള്ളേരെ വെടികെട്ട്, പിന്നെ നമ്മളെ ചെക്കന്മാരെ വെടികെട്ട്. അത് വൻ വെടികെട്ടാവും. ദാസേട്ടാ, നമ്മള് ഈ വെടിക്കെട്ടിനെ പറ്റി എന്താ പറയാനുള്ളത്? തുടക്കത്തില് എന്നുവെച്ചാല് നമ്മള് പൊട്ടിച്ചിട്ടില്ല, പൊട്ടിച്ചിട്ടും നമ്മൾ വേറെ ചോദിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു സംഭവം എന്താ പറയാനുള്ളത്? വെടിക്കെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വെടിക്കെട്ട് ഇപ്പൊ നമ്മളെ ഈ എന്താണ് ചോറ് നമ്മളെല്ലാ വർഷവും ഉണ്ടാക്കുക. വെടിക്കെട്ട് ആദ്യമായിട്ടാണ്. വെടിക്കെട്ട് ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. എന്തായാലും വെള്ളം ഇതിപ്പോ അടുത്ത പ്രാവശ്യം ഒന്നുകൂടി ഉഷാറാക്കും. ഒന്നുകൂടി സാറാണോ? ഒരു ഏകദേശം നല്ല സംഖ്യന്റെ സാധനം വെച്ചാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇനി പൊട്ടിക്കണ്ട, അല്ല പൊട്ടി തുടങ്ങാൻ പോണുള്ളൂ. ഇത് തുടക്കം. നമ്മളത് ലാസ്റ്റ് പൊട്ടി കഴിഞ്ഞതിന് ശേഷം പൊട്ടി കഴിഞ്ഞതിന് ശേഷം അല്ലല്ല, ഇത് വ്ളോഗാണ്. ഇത് 18 മിനിറ്റ് ഞാൻ 18 മിനിറ്റ് അല്ലേ? ഇത് വ്ളോഗാണ്. ഇത് യൂട്യൂബ് വ്ളോഗാ. ഇത് യൂട്യൂബ് വ്ളോഗാണ്. യൂട്യൂബ് വ്ളോഗില് നിങ്ങൾ 30 മിനിറ്റ് സംസാരിച്ചാൽ ഞാൻ 30 മിനിറ്റ് കൊറേ എങ്ങനെ എടുത്തു പിന്നെ ഒന്നും കാണില്ല. നമ്മളെ ഷെമീലാണ് ഇവിടെ മെയിൻ പണ്ടാരിട്ടാ. എല്ലാരും ഉണ്ട്. എന്താണ് ഷെമീല നമ്മളെ ഈ ഒരു ബിരിയാണിയില് അന്റേതായിട്ടുള്ള കൂട്ട് പറയും? എനിക്ക് കൂട്ടൊന്നും തീ എത്തിച്ചെടുത്തവനാണ് മെയിൻ പണ്ടാരി ആക്കിക്കണത്. എന്ത് കഥയാണിത്? ജാബിർ ഭായി വളരെ എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അബു, കുട്ടിമോന്റെ കക്കരിക്ക സലാഡ് വീണ്ടും ഞാൻ പരിചയപ്പെടുത്താണ്. കുട്ടിമോന്റെ കക്കരിക്ക സലാഡ് ഇവിടെ റെഡി ആയിക്കണം. അഭിപ്രായം പറയും. അതെ, എന്താ പറയുക, റാഫി വെള്ളം റാഫി വെള്ളം ഊറ്റുമ്പോൾ സൗദിന്ന് വെള്ളം ഊറ്റാൻ വേണ്ടിട്ട് വന്നതാണ്. അല്ല, ഇയാള് കാണിച്ചില്ലല്ലോ. ഷെയറാക്ക നിങ്ങളെന്താ ഇങ്ങനെ മാറി നിക്കണേ? നിങ്ങളെന്താ ഉറക്കത്ത് നീച്ചരിക? എന്താണ്? അല്ലാ, സെബിക്ക് പറയാനുള്ളത് പറഞ്ഞോ?
പറയാനുള്ള പറഞ്ഞു ഷെബിയ. ഗൾഫിലെ അതിഥിക്ക് പറയും. എന്താ പറയാനുള്ളത് ഷെബിയ നമ്മളെ പരിപാടിനെ കുറിച്ച്? അതൊക്കെ കണ്ണ് മാത്രം കാണിച്ചു അല്ല മൊത്തം കാണിക്കും. പറയും ഇവിടെ വീഡിയോ എടുക്കണൊക്കെ. എനിക്ക് സങ്കടം ഉണ്ടോ അത് കാണുമ്പോ? ചെറുതായിട്ട് കണ്ണീരില്ലേ? മുഖം കാണട്ടെ. മൊത്തത്തിൽ കാണിക്കുന്നത് എന്ത് കളിക്കണ് വരും. അതുകൊണ്ടാണ് ഇത് അതിന് മാത്രം ആൾക്കാർ കാണുന്നില്ല. ഇത്രയും ആൾക്കാര് ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒരു ചെറിയ വെടിക്കെട്ടാണ്. ആ ചെറിയ വെടിക്കെട്ടിന് ശേഷം വലിയ വെടിക്കെട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ നമ്മളെ ബാക്കിയുള്ള സാധനങ്ങളോടെ ശിബില എന്താ പറയാനുള്ളത് ഈ ഒരു സാഹചര്യത്തില്? അടിപൊളി നാട് സെറ്റ്, അടിപൊളി സെറ്റ് നാട്. നോമ്പറ സെറ്റ്, അതേമാതിരി പെരുന്നാളിന്റെ തലേന്ന് സെറ്റ്, ഒക്കെ സെറ്റ്. അടിപൊളി നാടാണ്, ഒന്നും പറയാനില്ല. സെറ്റ്, ചോറിട്ടിയാ മതി. പിന്നെ ശിബിരി സംഭവല്ലേ, ശിബിരിന്റെ നാട് നമ്മളിവിടെ ഇല്ല. അല്ല നാട് കുറ്റം പറയില്ല. പോയാലോ അയിന് വെടിക്കെട്ട്, അത് സാമ്പിൾ വെടിക്കെട്ട്. ഇത് ഇവിടെ നിന്ന് കാത്തോ 120 ഷോട്ട്. അത് സാമ്പിള് ഹൈപ്പിട്ട് കൊടുത്തുകള്. പറയാൻ നിക്കൂ ചോദിക്കട്ടെ. എന്താ വെച്ചാല് സെറ്റലിന്റെ പേജ് അഡ്മിനാണ്. അങ്ങനല്ല പറഞ്ഞല്ല മുണ്ടല്ല, അതല്ല അഡ്മിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഇവനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അഡ്മിൻ എന്ന് പറയാൻ കാരണം എല്ലാവരും ഒരു അഡ്മിന്മാരാണെങ്കിൽ പോലും ഒരു സ്പെഷ്യൽ അഡ്മിനാണ്. അപ്പൊ സെറ്റലില് ഇതിന്റെ ഒരു അടിപൊളി വീഡിയോ വരുന്നതാണ് കേട്ടോ. സെപ്പറേറ്റ് ആയ ഇത് മുതലായിട്ട് മുത്തേ, ഇത് മുതലായി സംഭവം. ഇതെങ്ങനെയുണ്ട് ഷെയ്മ? മുതലായില്ലേ? മുതലായി. ഓ എങ്ങനെയുണ്ട് സാധനം? കണ്ട് നായി നല്ല മേത്തുകാവുണ്ടേ, അത് മേത്തുകാവുണ്ട്, പൊള്ളുന്നുണ്ട്. പിള്ളേര് ഫുൾ സീന്. പിള്ളേര് വേണ്ടേ പൊളിയല്ല. റെഡ് ഇതെന്താ കൊറേ ഉണ്ടല്ലോ, ഇത് കൊറേ ഉണ്ടോ? അടതിപ്പോ കൊടുത്ത് അത് നല്ല പൊള്ളുണ്ടാ. ഔ പൊള്ളി മേത്താവുണ്ടാ. 120 ഷോട്ട് അപ്പ പൊട്ടിച്ചു കണ്ടോ. 120 ഷോട്ട് പൊട്ടാൻ പോകുന്നത് കണ്ടോളൂ ഗൈസ്. പൊട്ടും ഇപ്പൊ പൊന്തു. വെയിറ്റ് ചെയ്യ്. അതാ പോണേ. ആ മോനെ
പറയുന്നത് ഫുള്ള് കളവാണ്. ആര് പറഞ്ഞ കളവ്? ഇവര് ചെക്കന്മാരെല്ലാരും എന്താ ഞങ്ങളോട് പറഞ്ഞ് പൊട്ട് കഴിഞ്ഞു. ഞങ്ങൾ പോവാൻ നിൽക്കുമ്പോൾ പൊട്ടിക്കണം. അവരെ എന്ത് ചെയ്യണ്ടേ നമുക്ക്? ഒരേ പൂസിയാൽ നമുക്ക് ഇവിടെ ഇട്ടാണ്ട് പൂസട്ടെ. അല്ല ഒരു ഇന്ന പൂസുവോ ഭാഷണേ നിങ്ങൾ പൂസു ഞങ്ങളെ ചോറുണ്ടല്ലേ? അത് സമയം എടുക്കുമല്ലേ? 3 മണിയായിട്ടാവില്ലേ? അതല്ല ഇവര് പറഞ്ഞത് എന്താ അറിയോ? ഇവര് നമ്മളൊക്കെ പൂസുന്ന് എന്താ പണിയാവൂലേ? സാബിക്കിന്റെ അഞ്ചനാണിത്. ശരിയാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നിലവിലുള്ളത് പടക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നിലവിലുള്ള ഫുഡാണ്. അപ്പൊ ഫുഡ് ഇനി എത്ര സമയം എടുക്കും കഴിക്കാൻ? ഒരു 20 മിനിറ്റ്. 20 മിനിറ്റ് ഉണ്ടാവോ? 1 മണിക്കൂർ പറയല്ല അങ്ങനെ. കുഴപ്പമില്ല. റാശിയ 30 നോമ്പ് കിട്ടാത്തില്ല. എനിക്ക് വിഷമം എന്തെങ്കിലും ഉണ്ടോ? 30 നോമ്പും ഇന്നത്തെ രാത്രിക്കത്തെ തറാവി കിട്ടാത്തില്ല. നമുക്ക് നല്ല വിഷമമുണ്ട്. നാളത്തെ ഒരു എന്താണ് വെള്ളിയാഴ്ച ആണല്ലോ നാളെ വെള്ളിയാഴ്ച 2 ജുമാ കിട്ടുന്ന ഒരു ബർക്കത്തുണ്ട്. സംഭവം ഞാൻ കോയമ്പത്തൂർ 25 നോമ്പോടെ കൂട്ടി. ബാക്കി 4 നോമ്പോടെ നോക്കാൻ ആ വിഷമം നമുക്കുണ്ട്. കാരണം എന്താ പറയാ, ചങ്ങായിമാരോടുള്ള ഒരു സൗഹൃദപരമായിട്ടുള്ള ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെസ്രൂവിന് സങ്കടം ഉണ്ടെന്നാണ് നെസ്രു പറഞ്ഞിട്ടുള്ളത്. പിന്നെ പിന്നെ നമ്മളെ ഇതുവരെ എടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ ചെക്കനാണ് നമുക്ക് എടുത്താ നിങ്ങളത് ഇതുവരെ കണ്ടില്ല നിങ്ങള്. അപ്പൊ നെസ്രു എന്ന് പറഞ്ഞാൽ നമ്മളെ മെയിൻ സപ്പോർട്ടറാണ്, നമ്മളെ മോട്ടിവേറ്ററാണ്. മനസ്സിലായില്ലേ? തുടക്കം മുതലേ നമ്മളെപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ട് റീച്ചായി വരുന്നതിന് മുന്നേ ഒരു വീഡിയോ റീച്ചായി, അതിൽ നെസ്രു മെയിൻ ചെയ്യുന്നിട്ടാ. അത് പിന്നെ എന്നോട് എപ്പോഴും പറയും, എൻ്റെ വീഡിയോ ഉണ്ടായതുകൊണ്ട് എൻ്റെ മുഖം ഉണ്ടായതുകൊണ്ട് റീച്ചായി എന്ന് പറഞ്ഞാണ് സപ്പോർട്ട് ചെയ്ത ആളാ. അപ്പോ നല്ല സപ്പോർട്ടാണ്. പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് പോയാൽ കോയമ്പത്തൂരായി. പിന്നെ കോയമ്പത്തൂർ അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടെങ്കിൽ ചെക്ക നല്ല സപ്പോർട്ടാണ്. നമ്മളെ വീഡിയോ എടുത്തരലൊക്കെ തന്നെയാണ്. അപ്പൊ ഓക്കെ, ഇനി എന്തായാലും ഫുഡിന്റെ സമയമാകുമ്പോ നമുക്ക് സെറ്റ് ആക്കാം. ബൈ. അടീന്നടി കഴിക്കാനുള്ളതെന്നാ പിന്നെ വൈബ് ഇട്ടോളൂല്ലേ എല്ലാരും കൂടെ. എടാ ദീക്ക് എന്തെങ്കിലും ആക്കടാ, ദീക്ക് എന്തെങ്കിലും അക്കൗണ്ട് പോയാ ഗൂഗിൾ പേ ഇത് പോലെ എന്റെ പോസ്റ്റ് ഓഫീസിന്റെ അക്കൗണ്ടാണ്. 18 പൈസ അതിലേക്കുള്ള അക്കൗണ്ടാണ്. നോക്കട്ടെ, നോക്കാൻ കുട്ടിമോന്റെ കക്കരിക്ക സാലാഡാണ് ഇത്. അത് കുട്ടിമോന്റെ ആളിതാ. എന്തേലും പറഞ്ഞി പറയ്. ഞാൻ കൊണ്ടില്ല എന്തേലും പാത്രം എടുത്താണ്ട് ഫുഡ് അടിക്കാൻ നോക്കേ. മുണ്ടണിയാളെ ഇയാള് മുണ്ടണില്ല, കളി തോറ്റിട്ട് മുണ്ടണില്ല. മുത്താറ് എന്റെ ടീം ജയിക്കൂല, എന്റെ ടീം ജയിക്കൂല. കളിക്ക് നമ്മളെ ടീം ജയിപ്പിച്ചു കൊടുത്തില്ലേ? 9 ഗോളാ റാഷി. നെസ്രോ വരിക്കണ്ട അവസ്ഥയല്ല. അപ്പൊ ഭണ്ടാരി ഷെമീല് വരിക്കണ്ടല്ലോ. ഓഫാക്കാം നദീക്ക് തീക്ക് തീക്കൊളമ്പി നമ്മളെ സാറാക്കല. ചൂട് ചൂട് ചൂട്. എവിടൊക്കെ ഇരുന്ന് അവിടെ തിന്നേ?
ഫേസ്ബുക്കില് ആ ദാസൻ കൊളക്കാട്ടിൽ എന്ന പേജില് ഇന്ന് മുതൽ എന്താ പറയാ പരസ്യം പല്ല് തുടങ്ങിയ അപ്പൊ അതിൽ വരുമാനം കിട്ടുമ്പോൾ ആയി കഴിഞ്ഞാല് ഫസ്റ്റ് ചെലവ് നമ്മളെ ചെലവ് ഇവിടെ വെച്ച് നടത്തി പള്ളിന്റെ മുമ്പിൽ വെച്ച് നടത്തുന്ന അതിന് വരുമാനം എനിക്ക് കിട്ടേണ്ട ആവശ്യമില്ല. അത് നമ്മളെ ഈ കിട്ടുന്ന പൈസ നമ്മളെ ഈ കമ്പനി എല്ലാവർക്കും, അതായത് മാസം ദാസേട്ടൻ അതിന് ചെലവ് നടത്തുന്നതാണ് പറയുന്നത്. മാസം ആക്കണ്ട. അതായത് പൈസ കിട്ടുമ്പോ അല്ലേ പൈസ കിട്ടുമ്പോ അതിന്റെ ചെലവ് നമ്മൾ ഫസ്റ്റ് ഇവിടെ ചെയ്തിട്ട് വേറെ പരിപാടി ഉള്ളൂ. അതത്രേ ഉള്ളൂ. പ്രഖ്യാപനം പ്രഖ്യാപിത നയം. ഇതേമാതിരി ബിരിയാണി കുട്ടനാവൂട്ടാ. കുട്ടൻ ബിരിയാണി സാറല്ലേ ഫുഡ് പോവാണേ. ഓ അപ്പൊ ഇത്ര തന്നെ കേട്ടോ നമ്മളെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നാളെ പെരുന്നാളാണ്. അപ്പൊ ഒന്നും കൂടി നിങ്ങൾക്ക് ഈദ് മുബാറക്ക് പറയുന്നു. അപ്പൊ തന്നെ അപ്പോൾ നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നാളത്തെ വീഡിയോ കാണാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക. അപ്പോൾ ഓക്കെ ബൈ. അടുത്ത വീഡിയോ വരെ കാണുന്നവരെ പീസ് ഔട്ട്.